ആ രമേ, ഇതെന്താണ് പാത്രത്തില്? കുറച്ച് ഞണ്ട് കറിയാണ്. എന്തിനാണ്? ഇവിടെ ഒരുപാട് കറി ഉണ്ടല്ല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ ചേട്ടാ? കുഴപ്പില്ല. ഇന്ന് ഭയങ്കര തിരക്കാണല്ലോ. വിരുന്നുകാരുണ്ടാ? ഇന്ന് ആത്മക്കാരുടെ ദിവസമല്ലേ, അവർക്ക് വേണ്ടി ഉണ്ടാക്കണതാ. ആത്മക്കാർക്കാണ് ഈ പഴയ തേങ്ങ ചേരണ്ടത്. ആത്മക്കാർക്ക് വേറെന്തായാലും ചെയ്യാനുണ്ടോ ചേട്ടാ? ആത്മക്കാരേതായാലും പഴയ ഞണ്ട് കറി കഴിക്കൂല. നീ വന്ന കാര്യം പറ. മാത്യുസേട്ടോയ്, നമ്മുടെ ഓമന ടീച്ചറില്ലേ, ടീച്ചർ അവരുടെ മോള് ഒളിച്ചോടി പോയിന്ന്. അത് ശരി, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് ആ സംഭവം ഇന്നലെ രാത്രിയിലായിരുന്നു. അവരത് ഒളിപ്പിച്ചു വെച്ചേക്കണേന്ന് എന്നോടേ. മാത്യുസേട്ടാ, മെജോക്ക് വല്ല മാറ്റം ഉണ്ടാ? മാറ്റോ? എന്ത് മാറ്റം? അല്ല, ഇനി അവന് ജോലിയൊക്കെ കിട്ടിയില്ലേ? ഇനിയിപ്പോ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇനി തനിക്ക് വല്ല അറിയണമെന്നുണ്ടെങ്കിൽ അവൻ പുറത്ത് കണ്ട് പോയി ചോദിക്കി. ഒരു കാര്യം ചെയ്, ഈ തേങ്ങയെ ചേട്ടൻ മൊത്തം കൊത്തിയരി. എനിക്കേ കുറച്ച് പണിയുണ്ട്. ആ, അതാണ് നല്ലത്. ഇന്ന് മേജോട്ടൻ്റെ അമ്മച്ചിയുടെ ഓർമ്മദിനം മാത്രമല്ല, എൻ്റെയും മേജോട്ടൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അല്ലുവണ്ണൻ്റെ മാരക ഹൈപ്പിൽ വന്ന് പുഷ്പ റിലീസായതും ചെന്നൈയിൽ പഠിക്കാൻ പോയ ജീന ചേച്ചി 6 വർഷം കഴിഞ്ഞ് ഒരു അറിയിപ്പില്ലാണ്ട് തിരിച്ചെത്തിയതും ഇന്നായിരുന്നു. നീ പള്ളിയിലേക്ക് കേട്ടോ. ഹലോ, എന്നെ മനസ്സിലായോ? ജീന, ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ സ്റ്റേഡിയത്തിലൊരു കമ്പനിയിൽ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം. നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഞാൻ ചെന്നൈയിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ചെയ്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ തിരിച്ച്? ഇല്ലടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു IELTS കോച്ചിങ് സെന്ററിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട്? നീ ഓക്കെ അല്ലേ? എന്നാ ശരിടാ, പോട്ടെ, കാണാം. ജീന, നമ്പർ ഒന്ന് വരും ജീന. അതെന്തിനാ? അത് നീയേ നിന്റെ നമ്പർ താ, ഞാൻ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അപ്പൊ ശരി. വേണ്ട, ഇരുന്നിരുന്നു. നീ ഇന്നലത്തെ മിനിങ്ങാത്ത വീഡിയോ എഡിറ്റ് ചെയ്തായിരുന്നു സാർ. അത് ഇതിപ്പോൾ നിന്നെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരുത്തിനെ പണിക്ക് നിർത്തണമല്ലോ. ഇളിക്കണം. നിനക്ക് ഞാൻ പറയണ തമാശയായിട്ട് തോന്നുന്നുണ്ടോ മെജോ? ഒന്നിരുന്ന് പണിയെടുക്കടാ. ചായ കുടിക്കാൻ പറഞ്ഞോ? നീ അഗ്രിമെൻ്റ് മാറ്റി എഴുതിയായിരുന്നു? ചെയ്യാം. ഇരുന്ന് പണിയെടുക്കടാ. മേജോക്ക് അഫെയർ പോലുണ്ടോ? ഇല്ല. ബ്രേക്കപ്പ് ഏതാണോ? ഇല്ല, ഉണ്ടായിട്ടില്ല. എനിക്കും ഉണ്ടായിട്ടില്ല മെജോ. ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ഉണ്ടല്ലോ, അതങ്ങോട്ട് പിടികിട്ടണില്ല. അതെ, ഇവരുടെ ഈ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടോ? നോക്കിക്കോ, മെസ്സേജ് വന്നേക്കണം. എന്താ മെസ്സേജ്? ഗ്യാസ് ബുക്ക് ചെയ്തതിൻ്റെയാണോ അതോ പേഴ്സണൽ ലോണോ? ചേട്ടാ, ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരട്ടെ. അത്യാവശ്യമാണോ മെജോ? അപ്പച്ചനൊന്ന്. അപ്പം ചായ സാരില്ല, ഞാൻ കുടിച്ചോളാം.
കിട്ടിയോ തന്നെ? ഓ നീയോ താനിവിടെ അനിയത്തിപ്രാവിലെ ചാക്കോച്ച കളിച്ച് നടന്നോ? ജോലി കിട്ടി ഇപ്പൊ മുങ്ങി. ഞാൻ നിന്നെ വിളിക്കായിരിക്കായിരുന്നു. ആ അതെ, ഇനി ഞാൻ ലോട്ടറി എടുത്താലേ എനിക്ക് അടിക്കും. തന്നെയൊക്കെ കണ്ടുകിട്ടിയില്ലേ, ഇന്ന് ചെലവിതിട്ട് പോയാൽ മതി. അൽഫാം വിത്ത് മൈനീസ്. ഞാനിവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സാധനം വാങ്ങിക്കോ? ഇല്ല. എന്നാ വേഗം വാങ്ങിക്കോ. തനിക്ക് വേറെ പണിയില്ലടോ. നീ തന്നെ പാടോക്കടാ. മേജർ ചേട്ടാ ഇവരെ കൂടായ്പകളാണ്. വണ്ടി എടുത്ത് പോണല്ലോ ചേട്ടനെ പോയി ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. എന്താടാ നീ എന്റെ അനിയനെ കൊണ്ടിടന്ന് വിഷാദരോഗിയാക്കോ? പോ. ഇപ്പൊ കാശ് എവിടെ നിന്ന് പേരുന്നോണയാ. എടോ തന്റെ ഓഫീസിലെ പെൺപിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? എടാ ഞാൻ ജീനെ കണ്ട്. ഓഫീസിലാ? അല്ല, സിംറ്റേരിൽ വെച്ചിട്ട്. എന്നിട്ട് താൻ പോയി മിണ്ടിയാ? അവള് വന്ന് സംസാരിച്ചു. ആ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. താൻ അവിടെ കോഴി റബ്ബർ ബാൻഡ് ഒഴിങ്ങനെ കിടന്ന് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇതെന്തോ സ്റ്റാൻഡോ? എടുക്കടോ, ടെന്നീസ് സ്വല്പം വരും. എടാ ഞാൻ ജീനേനെ നമ്മൾ സിംറ്റേരിൽ വെച്ച് കണ്ടപ്പോഴേ ജീനേനെ സിംറ്റേരിൽ വെച്ച് കണ്ടപ്പോഴേ നമ്മുടെ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന റാഫേലിയ മാലാക്കില്ലേ, അത് മുന്നിൽ വന്നിങ്ങനെ. എന്ത് കത്തിയാണോ താൻ? സിനിമയിലും അതെ, ജീവിതത്തിലും അതെ. പ്രേമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പദ്യം ചൊല്ലാൻ തുടങ്ങും. തനിക്കും കിട്ടിയത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ വണ്ടീന്ന് തള്ളിയിടും ഞാൻ. ഉണ്ടാണ്ടിരുന്നോ? നീ എന്നൊരു സ്ഥലം വരെ കൊണ്ടുപോയാലും ഞാൻ നിനക്ക് അൽഫാം മേടിച്ചുതരാം. എവിടെ? ചീനയുടെ വീടിൻ്റെ ഒരു അടുത്തായിട്ട്. ഒറ്റയ്ക്ക് പോയാ മതി, ഞാൻ വരുമൊന്നുമില്ല. പ്ലീസ്. ഓ താൻ എന്നെ നാട്ടുകാരുടെ തല്ലു മുഴുവൻ കൊള്ളിക്കൂലോ. വരാം, പക്ഷെ ഞാനൊരു ക്വാർട്ടർ അൽഫാം കൂടെ പാർസൽ വാങ്ങും. ഓക്കെ ആയിക്കോട്ടെ. എന്നല്ലോ പോവല്ലേ? ഇതെന്താ ഇവിടെ നിർത്തിയ? ഞാൻ അങ്ങോട്ടേക്കൊന്നും വന്നില്ല, എനിക്കെങ്ങും വയ്യ. ഇവിടെ അധികം നേരം നിന്ന് ആൾക്കാർ കൂട്ടും. എന്തി പോണില്ലേ? പോവണ്ടെങ്കിൽ പോയിട്ട് വാ, ഇല്ലെങ്കിൽ വാ പോവാം. ഇതും പിടിക്കും. ഇതെന്തുട്ടാണ്? വേഗം വന്നോട്ടാ. तो तुम क्या करती है? मैं इधर अम्ब्रोस इधर അംബ്രോസ് മലയാളി ആണല്ലേ? എന്താ ഇവിടെ? ഞാനിവിടെ ഒരു കൂട്ടുകാരനെ തപ്പി ഇറങ്ങിയതാ. കൂട്ടുകാരൻ? നീ എവിടെയുള്ള? ഞാനിവിടെയൊക്കെ തന്നെ ഉള്ളതാ. കറക്റ്റ് സ്ഥലം പറ. കപ്പേളയുടെ ബാക്കില്. ബാക്കില് ഗേറ്റുള്ള വീട്. വീട്ടു പേര് പറയടാ. പ്ലാവരുത്തി. ആ പ്ലാവരത്തില ചാക്കപ്പൻ ചേട്ടന്റെ മോൻ. അതായത് യോഹന്നാൻ ചേട്ടന്റെ പേരൊക്കെടാവ്. നിന്റെ എവിടെ കണ്ടിട്ടില്ല. നീ ജയിലിലായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ നിന്റെ അപ്പൂപ്പൻ ഭയങ്കര തമാശക്കാരനായിരുന്നു. പണിക്ക് വന്ന പണി എടുക്കുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കുകയില്ല, ചിരിപ്പിച്ച് കൊല്ലും. ഗേറ്റ് അടച്ച നീ വല്ല പട്ടി വന്ന് കേറൂട്ടാ. ഇവിടെ ആകെ പട്ടിയോളെ ശല്യാണ്. അതൊക്കെ ഞാൻ അടച്ചു. അന്ന് മുങ്ങിയ സുരേഷ് പിന്നെ പൊങ്ങിയത് കോയമ്പത്തൂരാ. കൊനേക്കും ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഞങ്ങള് വേറെ ഒരു കൂട്ടുകാരനെ തപ്പി ഇറങ്ങിയതാ. ഓ ഒക്കെ ബംഗാളിയുടെ മുഖം പോലെ ഉണ്ട് ഇരിക്കുന്നത്. അപ്പൊ പോട്ടേടാ. പിന്നെ ഒന്നും വിചാരിക്കരുതാ. എന്തുപറ്റി? ഞാൻ ആദ്യം ഹിന്ദി പറഞ്ഞ എന്താണെന്നറിയോ? അന്യഭാഷക്കാർ ഇവിടെ വന്ന് അതിലെ കുരിശ് വരച്ചു. പ്രാർത്ഥിക്കാനാണോ? അല്ല, കക്കാൻ. കക്കാനാ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ. കുഴപ്പമില്ല. അപ്പൊ ഞാൻ യോഹന്നാനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. ആരന്വേഷിച്ചെന്ന് പറയും? ആരന്വേഷിച്ചെന്ന് പറയണം. അമ്പി. 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 അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ തപ്പിട്ട് വരാം.
ഇമാതിരി പരിപാടിക്കിനെ മേലെ വിളിക്കരുത്. ഒറ്റയ്ക്ക് പൊക്കോണം. അൽഫാം വാങ്ങിച്ചാടാ. കൽഫം തൻ്റെ മേജോ ചേട്ടാ, താനേ ഈ പൈങ്കിളി പരിപാടിയൊക്കെ വിട്ടിട്ടെ കൗശലകരമായിട്ട് എന്ന് പുള്ളിക്കാരുടെ അടുത്ത് കമ്പനി അടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിർത്ത്. അല്ലാണ്ട് ഒരുമാതിരി